എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജർമ്മൻ നാഷണൽ ഫുട്ബോൾ ടീമിനെ കുറിച്ചിട്ടാണ്. അതായത് ഈ ഒരു വരുന്ന 2026 വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഈ ഒരു ജർമ്മനിക്കുള്ള സാധ്യതകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞു പോയ ആ ഒരു ക്യാമ്പയിൻസിലൊക്കെ കഴിഞ്ഞു പോയ വേൾഡ് കപ്പിലൊക്കെ ജർമ്മനി എത്രത്തോളമാണ് പെർഫോം ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മനീൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ ജർമ്മനി സ്ക്വാഡൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അതായത് കഴിഞ്ഞ ഒരു യൂറോയ്ക്ക് ശേഷമുള്ള യൂറോ അതുപോലെ തന്നെ അതിന് ശേഷമുള്ള ജർമ്മനീനെ നോക്കുമ്പോൾ പതിവിലേറെ, അതായത് ഇപ്പോൾ 2014 ശേഷം ആ ഒരു നല്ലൊരു ഫോമിൽ കളിക്കുന്ന ജർമ്മനീനെ നമുക്കിപ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്ക്വാഡും ഒരു യുവത്വം അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇൻ ഹാൻഡും അങ്ങനത്തെ ഒരു നല്ലൊരു സ്ക്വാഡ് തന്നെ. അതായത് വേണ്ടി വന്നാൽ ഒരു ഫൈനൽ അപ്പിയറൻസ് പോയി നടത്താൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ് ജർമ്മനി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്ക്വാഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി ന്യൂ ഇയർ ആണ്. പിന്നെ നമുക്കറിയാം അന്റോണിയോ റൂഡിഗർ ഉണ്ട്, അതുപോലെ തന്നെ കിമ്മിച്ച് ഉണ്ട്, പിന്നെ ഈ ഒരു പാവലോവിച്ച് ഉണ്ട്, അതുപോലെ തന്നെ ജമാൽ മുസിയാല, വേർഡ്സ്, പിന്നെ അങ്ങനത്തെ പ്ലേയേഴ്സൊക്കെയാണ് ഉള്ളത്. അങ്ങനെ ഒരു ഡീസൻറ്റ് സ്ക്വാഡാണ് ജർമ്മനിക്കുള്ളത്. പിന്നെ ജൂലിയൻ നെഗൽസ്മാൻ ആണ് ജർമ്മനീൻ്റെ പരിശീലകൻ എന്ന് പറയുന്നത്. ജൂലിയൻ നെഗൽസ്മാൻ ബയറിൻ്റെ ജോബൊക്കെ ഒഴിവാക്കി കണ്ടായിരുന്നു. അതായത് ഫ്ലിക്കിന് ശേഷം നെഗൽസ്മാൻ വന്നു. നെഗൽസ്മാൻ ഒരു ഫ്ലിക്കായിരുന്നു തോന്നുന്നു ഇതിന് മുന്നേ ഈ ഒരു ജർമ്മനിനെ ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഫ്ലിക്ക് പോയി. അതിനുശേഷം ജർമ്മനിയിലേക്ക് നെഗൽസ്മാൻ എൻ്റർ ചെയ്തു. അങ്ങനെ നെഗൽസ്മാൻ്റെ അണ്ടറിലാണ് നമ്മളിപ്പോൾ ഈ ഒരു പറഞ്ഞ രീതിയിലൊക്കെ ജർമ്മനി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ജർമ്മനീനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സെമി ഫൈനൽ വരെയൊക്കെ പോകാൻ എന്തായാലും ജർമ്മനിക്ക് കഴിയുന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പം കഴിഞ്ഞ 2 വേൾഡ് കപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2014 വേൾഡ് കപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ചാമ്പ്യന്മാരായിട്ടുള്ളത് ജർമ്മനിയാണ്. 18ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയും കഴിഞ്ഞ 2 വേൾഡ് കപ്പ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഏഷ്യൻ അറ്റാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏഷ്യക്കാരാണ് ജർമ്മനിനെ നോവിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഒരു ഇതാണ്. കാരണം 18ൽ കൊറിയയാണ് ജർമ്മനിക്ക് പരിക്കേൽപ്പിച്ചെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഈ ഒരു ജപ്പാൻ ഗ്രൂപ്പ് സ്റ്റേജിലിട്ട് കാണാൻ തന്നെ ജപ്പാനോടുള്ള ഒരു മത്സരമായിരുന്നു ഇമ്പോർട്ടൻറ്റ്. എനിക്ക് തോന്നുന്നു സ്പെയിനും ജർമ്മനിയൊക്കെ ഒരു ഗ്രൂപ്പിലായിരുന്നു ആ ഘട്ടത്തിൽ. ആ ഒരു ജപ്പാനായിട്ടുള്ള ഒരു കളിയായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ച്. അവിടെ ജപ്പാൻ ജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം കഴിഞ്ഞ 2 ക്യാമ്പയിനെ വെച്ച് നോക്കുമ്പോൾ ജർമ്മനിക്ക് ഏറ്റവും കൂടുതൽ ഹോപ്പ് ഉണ്ടാകുക ഈ ഒരു ക്യാമ്പയിൻ ആവും. എന്നാലും ജർമ്മനി ഒരു ടൈറ്റിൽ കാൻഡിഡേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിനിപ്പോൾ അത്ര ഇതിലാറും നല്ല സ്ക്വാഡിലെ ടീംസൊക്കെ നമുക്ക് ഉണ്ട് എന്നുള്ളത് അറിയാം. അപ്പം ഇതൊക്കെയാണ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ജർമ്മനിക്കുള്ള ചാൻസസ് എന്ന് പറയുന്നത്. പക്ഷേ ജർമ്മനി നമുക്കറിയാം ഈ ഒരു കിരീടം 4 തവണ ഇതിന് മുന്നേ നേടിയ ടീമാണ്. ബ്രസീൽ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഈ ഒരു നേടിയ ടൈറ്റിൽ നേടിയ ടീമാണ്. ഏറ്റവും കൂടുതൽ ഫൈനൽ കളിച്ച ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫൈനൽ കളിച്ച ടീം കൂടി ജർമ്മനിയാണ്. അങ്ങനത്തെ ഒരു പ്രത്യേകതയൊക്കെ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇപ്പോൾ ഈ ഒരു 2ാം ലോക മഹായുദ്ധം അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു വേൾഡ് കപ്പിൽ പങ്കെടുത്ത അതായത് കൂടുതൽ വേൾഡ് കപ്പ് അപ്പിയറൻസ് നടത്തിയതൊക്കെ ബ്രസീലാണ്. ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്തത് ബ്രസീലാണ്. അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു സെക്കൻഡ് വേൾഡ് വാർ ഇല്ലാന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു പേരായിരുന്നു ജർമ്മനി. പക്ഷേ നമുക്കറിയാം ഓഫ്കോഴ്സ് ജർമ്മനി ആ ഒരു സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം പിന്നെ വേൾഡ് കപ്പൊക്കെ കളിച്ചത് കുറേ കാലത്തിന് ശേഷമാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ജർമ്മനിൻ്റെ ഹിസ്റ്ററിപരമായിട്ടുള്ള നേട്ടങ്ങൾ. നമുക്കറിയാം ജർമ്മനിയെക്കുറിച്ച് ഇവിടെ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സ്ക്വാഡും വെച്ച്, അതായത് നല്ലൊരു ഡീസൻറ്റ് മിഡ്ഫീൽഡർ ഉണ്ട്, അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ഒരു മിക്കവാറും ഷോൾഡർ ബാക്കും അതുപോലെ തന്നെ റൂഡിഗർ ആകും ഒരു സെൻറ്റർ ബാക്ക് പെയർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിലൊരു ഡിഫെൻസീവ് പെർഫോമൻസ് ജർമ്മനിക്ക് അവിടെ കാഴ്ചവെക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അറ്റാക്കിങ്ങിലാണ് ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഉദിക്കാൻ ചാൻസ് ഉള്ളത്. അതായത് ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ളൊരു സ്ട്രൈക്കറൊന്നും ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം ഇല്ല. അതായത് ഇവിടെ ഉള്ളത് എന്ന് പറയുന്നത് നമുക്കറിയാം നിക്കോ വോൾട്ടർമെയ്ഡാണ്. അതായത് ആ ന്യൂകാസ്റ്റലിൻ്റെ പ്ലെയറാണ്. നല്ല ഹൈറ്റ് ഉണ്ട്. ഒരു കോർണറൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മനിക്ക് ഗോൾ അടിക്കാൻ പറ്റുന്ന അത്തരത്തിലൊരു പ്ലെയറാണ് മൂപ്പര്. പിന്നെ ഈ ഒരു സ്റ്റാർട്ട്ഗാർട്ടിന് വേണ്ടി ഡെന്നീസ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട്. അതായത് ഇപ്രാവശ്യം ബുണ്ടസ് ലീഗിൽ സെക്കൻഡ് ടോപ്പ് സ്കോറാണ് ഈ മൂപ്പര്. ഇപ്പോൾ അയാൾ എന്തായാലും സ്ക്വാഡിൽ എടുത്തേക്കുന്നത് ജർമ്മനി. അപ്പോൾ അതൊക്കെയാണ് അറ്റാക്കിംഗ്ലി ജർമ്മനിൻ്റെ ഇത്. പിന്നെ വിങ്ങ് കൂടെ കളിക്കാനുള്ള പ്ലേയേഴ്സ് നമുക്കറിയാം. ഹവേർട്സ് എത്രത്തോളം ഇൻഫോമിലല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ലിവർപൂളിൽ എത്രത്തോളം ഇതിൽ കളിക്കാന്നുണ്ടെങ്കിലും ജർമ്മനിയിൽ വരുമ്പോൾ ആൾ വേറൊരു പെർഫോമൻസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ലിയോറ സാനെ, അതുപോലെ തന്നെ ജമാൽ മുസിയാലൊക്കെ ഈ സീസണിൽ ഓൾറെഡി മികച്ച പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു സീസണിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ജർമ്മൻ സ്ക്വാഡിൽ ഏറ്റവും കൂടുതൽ പേര് കേൾക്കാൻ പോകുന്ന ഒരു പ്ലെയർ മിക്കവാറും ഒരു പാവ്ലോവിച്ച് ആവും. അപ്പോൾ
അങ്ങനെയാണ് ഇന്ത്യ ഒരു ജർമ്മനി അതുപോലെ തന്നെ വേൾഡ് കപ്പ് ഒന്നുമില്ല ആ ഒരു ഇതിൽ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഇത്ര കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ എന്തായാലും ജർമ്മനി ആവൂല ചാമ്പ്യന്മാർ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക.